ചേട്ടാ, നമ്മളിപ്പോൾ ഇരിക്കുന്നത് മമ്മൂക്ക, ലാലേട്ടൻ ഈ രണ്ട് പേരെ പറ്റി സംസാരിക്കാനാണ്. അവരുടെ സിനിമകളെ പറ്റി, അവരൊന്നിച്ചുള്ള സിനിമകളെ പറ്റി സംസാരിക്കാനാണ്. അക്കാലത്ത് അങ്ങനെ ഒരു വേർതിരിവ്, ഇവരൊരു സൂപ്പർ സ്റ്റാർ ഇതിൽ ഇൻഡിപെൻഡൻ്റ്, ഞാൻ മാത്രം ഹീറോ എന്നുള്ള ഒരു സങ്കല്പങ്ങളില്ലായിരുന്നു. ഈ മമ്മൂട്ടി, മോഹൻലാലൊക്കെ വലിയ ത്രൂ ഔട്ട് വന്നുകൊണ്ടുള്ള പല പടങ്ങളിലും 10 ദിവസവും 12 ദിവസമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ എടുത്തിട്ടുള്ള ഒരു റിസ്ക് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇന്നത്തെ ഒരു ജനറേഷൻപ്പെട്ട നായകന്മാർ എടുക്കുന്നുണ്ട് എന്ന് ചേട്ടന് തോന്നുന്നു. ഡെന്നീസ് ജോസഫിന്റെ സംവിധാനത്തിൽ മനുവങ്കിൾ വരുന്നു. എനിക്ക് തോന്നുന്നു ഡെന്നീസ് ജോസഫ് ആദ്യം സംവിധാനം ചെയ്ത സിനിമയും കൂടെയായിരുന്നു അത്. ഇതിനകത്ത് മോഹൻലാൽ വരുന്നത് മോഹൻലാലായിട്ട് തന്നെയാണ്. അതെ അതെ, സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാ, പേര് മോഹൻലാൽ. അതിനകത്ത് ഒരു 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 ബ്ലോക്ക് ബ്ലാസ്റ്റർ സിനിമയായിരുന്നു, ഒരു വമ്പൻ തകർപ്പൻ സിനിമയായിരുന്നു. SMUGGLING, സ്മഗ്ലിംഗ്, കള്ളക്കടത്ത്. അക്കാലത്തൊക്കെ ഭയങ്കര കൈയടി മേടിച്ച സിനിമകളാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഒട്ടേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടാവും. ഇവരുമായിട്ടുള്ള ഒരു ആത്മബന്ധം അക്കാലം തൊട്ട് കാണുന്നു അതേ സൗഹൃദവും അതേ ഇതും അവരുമായിട്ട് കീപ്പ് ചെയ്യാനും, പിന്നെ കൂടുതൽ ബന്ധങ്ങൾ പല അവസരങ്ങളും ഒന്നിച്ച് യാത്ര ചെയ്യാനും, പിടിക്കാനും, ഫോൺ വിളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാനൊക്കെ ധാരാളം അവസരങ്ങളുണ്ടായിട്ടുണ്ട്.